നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വരുന്ന തൈപ്പൂയ ദിനം, അതായത് 2026 ഫെബ്രുവരി 1 എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെയധികം ബ്രൈറ്റായിട്ട്, ഭയങ്കര ഗ്രോത്തായിട്ട്, അതായത് ഭയങ്കരയധികം തെളിച്ചമുള്ളതും വളരെ വളർച്ചയുള്ളതുമായിട്ട് എങ്ങനെയൊക്കെ മാറും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ 2026 ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും മറ്റുള്ള എല്ലാവർക്കും തന്നെ അവധിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭഗവാൻ തന്നൊരു ദിവസമാണ് ഈ ഒരു ഞായറാഴ്ച എന്ന് കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കരുതിക്കൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ, പറ്റുന്നവരെല്ലാവരും തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം ഈ ഒരു ദിവസം നമ്മൾ ഭഗവാനെ കാണുകയാണെങ്കിൽ, ഭഗവാനെ ദർശിക്കുകയാണെങ്കിൽ, അന്നേ ദിവസം ഭഗവാൻ വെട്രിവേലായുധനായിട്ട്, അതായത് വിജയിച്ചിരിക്കുന്ന ഒരു വേലായുധനാണ് തൈപ്പൂയ ദിനത്തിലുള്ള വേലായുധൻ അഥവാ സുബ്രഹ്മണ്യ സ്വാമികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിജയത്തിൻ്റെ അടയാളമായിട്ട് പാർവതീദേവി നൽകിയതാണ് വേലെന്ന് കരുതപ്പെടുന്നു. അന്നേ ദിവസം നമ്മൾ ക്ഷേത്രദർശനം നടത്തി ഭഗവാനെ ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിജയഭാവം നമുക്ക് വരികയും നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു വർഷം ഭഗവാനെ ദർശിക്കുന്ന സമയം മുതൽ ഭയങ്കര വിജയം കൈവരിക്കുന്ന ആളുകളായി മാറുമെന്നും പറയപ്പെടുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ ഭഗവാന് ഒരു വേൽ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തിക്കനുസരിച്ച് സ്വർണ്ണത്തിലോ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ സമർപ്പിക്കാവുന്നതാണ്, ചെമ്പിലോ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് വിജയങ്ങൾ തുടർച്ചയായിട്ട് നൽകുമെന്ന ഒരു വിശ്വാസമുണ്ട്. അതായത് വിജയത്തിൻ്റെ പ്രതീകമാണല്ലോ വേൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്, ഭഗവാന് നമ്മൾ വേൽ നൽകി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും നമ്മുടെ ലൈഫിൽ വിജയം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതേപോലെ ഭഗവാന് ഒറ്റ നാരങ്ങ വഴിപാട് സമർപ്പിക്കുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, അതേപോലെ പനിനീര്, പാല്, പഞ്ചാമൃതം, ഭസ്മം, മഞ്ഞൾപ്പൊടി എന്നിവ അഭിഷേകം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ എന്നിവ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതൊന്നും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഭഗവാന്റെ കടാക്ഷം നമുക്കൊരിക്കലും കുറയുകയില്ല. കാരണം നമ്മൾ ഭഗവാനെ ദർശിക്കുന്ന സമയം മുതൽ ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കുമെന്നാണ് പറയുന്നത്. വഴിപാടുകൾ നടത്താനായിട്ട് പണമില്ലാത്ത ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന് മനസ്സറിഞ്ഞ് വിളിച്ചാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പണത്തിലോ നൽകുന്ന തുകയുടെ വലിപ്പത്തിലോ അല്ല ഭഗവാൻ ഭക്തനെ സ്നേഹിക്കുന്നത്. നിർമ്മലമായ ഭക്തി, നിർമ്മലമായ ചിന്ത, മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യാത്ത രീതിയിലുള്ള പ്രാർത്ഥന, അതെല്ലാം തന്നെ ഭഗവാന്റെ മനസ്സലിയിക്കുന്ന ഭക്തർക്ക് മേൽ കടാക്ഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പണമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. ഭഗവാനെ ദർശിക്കുക, ഭഗവാനെ 6 വലത്തിടുക, ഭഗവാന്റെ നാമങ്ങൾ ഉറക്കി ജപിക്കുക, അന്നേ ദിവസം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക. ഇതെല്ലാം ഒരു ഭക്തന് ഭഗവാന് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പണം മുടക്കിയുള്ള വഴിപാടുകളേക്കാൾ മനസ്സറിഞ്ഞുള്ള വഴിപാടുകളാണ് ഭഗവാൻ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ വേൽ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾ അടുത്ത വർഷം എനിക്ക് അതിനൊരു ഭാഗ്യമുണ്ടാക്കി തരണമേ ഭഗവാനെ, എൻ്റെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് കേൾക്കുന്നതായിരിക്കും. അതിനേക്കാൾ ഉപരി നിങ്ങൾ സ്കന്ദഷഷ്ഠി കവചം ചൊല്ലുകയാണെങ്കിൽ, അതേപോലെ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പവർ കൂടുമെന്നാണ് പറയുന്നത്. അന്നേ ദിവസം ഭഗവാന് നല്ല ശക്തിയുള്ളൊരു ദിവസമായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്കന്ദഷഷ്ഠി കവചം, അതേപോലെ വേൽമാറൽ, അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രങ്ങൾ, അഷ്ടോത്തരം, ഏതൊരു നാമം ജപിച്ചാലും, ശ്രീ സുബ്രഹ്മണ്യായ നമഃ എന്ന് ജപിച്ചാൽ പോലും ഭഗവാൻ നമ്മളെ കടാക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഭഗവാൻ നമ്മളെ തീർച്ചയായും കടാക്ഷിച്ചിരിക്കും. നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് തൈപ്പൂയ വ്രതം എടുക്കാൻ സാധിക്കുന്ന ആളുകൾ തൈപ്പൂയ വ്രതം എടുക്കുക. അതല്ലാത്തൊരു പക്ഷം നിങ്ങൾ ഒരു പുഷ്പം സമർപ്പിച്ചാലും ഒരു നാണയം സമർപ്പിച്ചാലും, അതല്ല എങ്കിൽ പോലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നാമം ഉറക്കി ഉച്ചരിച്ചാൽ പോലും അന്നേ ദിവസം ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചൊരു ഉയർച്ചയും അദ്ദേഹം തരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ തൈപ്പൂയ ദിവസം എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത്, വ്രതരീതികൾ എന്തൊക്കെ എന്നതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.